ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ പലരും താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡൈജഷനെക്കുറിച്ച് പോലും താങ്കളോട് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിച്ചു. ചെറിയ ചെറിയ ഇൻസെക്ട്സിനെ കൊല്ലാമോ അതോ കൊല്ലാൻ പാടില്ലയോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നു. ഭഗവാൻ ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ പുറകിൽ ബാണങ്ങളുണ്ട്, ലക്ഷ്മണന്റെ തോളിലും ആവനാഴിയിൽ അസ്ത്രങ്ങളുണ്ട്. ശ്രീരാമൻ രാവണനെ കൊന്നു. ഇപ്പോൾ 10 ഗുരുക്കന്മാരിൽ ലാസ്റ്റ് ഗുരുവായിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ്. അദ്ദേഹത്തിന് മുമ്പ് ഒരു ഗുരുവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ തെറ്റായ രീതിയിൽ കൺവെർഷൻ, അതായത് ജനങ്ങളെ കൺവെർഷൻ ചെയ്തുകൊണ്ടിരുന്നു. ഗുരു ഗോവിന്ദ് സിംഗ് അതിനെ എതിർത്തു. ഇത് ധർമ്മമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും വധിച്ചു. അതിനുശേഷം 10ാമത്തെ ഗുരുവായിരുന്ന ഗോവിന്ദ് സിംഗ് ജി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പലരും കണ്ടിട്ടുണ്ടാവും, താങ്കളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ കീഴെ അദ്ദേഹത്തിൻ്റെതായ ഒരു തത്വം എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും ചെയ്യാനാവാത്ത ഒരു പരിതസ്ഥിതി ഉണ്ടാവുമ്പോൾ ആയുധം ഉപയോഗിക്കാമെന്ന്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യമെടുത്താൽ ശ്രീകൃഷ്ണനും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാഭാരതത്തിൽ മുഴുവനും എന്താണുണ്ടായത്? വധിക്കുകയും വധിക്കപ്പെടുകയും തന്നെയായിരുന്നില്ലേ? ദുഷ്ടന്മാരെയാണ് നിഗ്രഹിച്ചത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിൽ അദ്ദേഹം ദുഷ്ടന്മാരെ അല്ല നിഗ്രഹിക്കാൻ പറഞ്ഞത്, ദുഷ്ടതയെയാണ് നിഗ്രഹിക്കാൻ പറഞ്ഞത്. അതുപോലെ മഹാഭാരതത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തെ നിർത്താൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം എത്ര പ്രാവശ്യമാണ് പ്രയത്നിച്ചു നോക്കിയത്. അദ്ദേഹം ആ യുദ്ധം ഒരിക്കലും ആഗ്രഹിച്ചതല്ല. അദ്ദേഹം ഓരോരുത്തരെയും പേഴ്സണലായി ഉപദേശിച്ചു നോക്കി. ഒടുവിൽ ദുര്യോധനനെയും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രയത്നങ്ങളും ചെയ്ത ശേഷം അദ്ദേഹം തൻ്റെ ജ്ഞാനത്തിലൂടെ ദർശിച്ച ശേഷം അർജുനോട് പറഞ്ഞു, ഈ യുദ്ധം എന്തായാലും നടന്നേ തീരൂ. നീ എത്ര തന്നെ വിസമ്മതിച്ചാലും ഇത് ചെയ്തേ പറ്റൂ. നീ യുദ്ധം ചെയ്യും. കാരണം ഇത് നിന്റെ ക്ഷത്രിയ ധർമ്മമാണ്. നിന്റെ രക്തം ക്ഷത്രിയ രക്തമാണ്. നിന്റെ സഹോദരന്മാരെ ഏതെങ്കിലും സഹോദരനെ വധിച്ചാൽ ആ രക്തം കണ്ടാൽ നിന്റെ രക്തം തിളയ്ക്കും. യുദ്ധം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. വൈരാഗ്യത്തോടെ നീ തിരിച്ചു പോവും. പക്ഷേ വീണ്ടും യുദ്ധത്തിന് വന്നാൽ ആദ്യത്തേതിനേക്കാൾ സ്ഥിതി മോശമായിരിക്കും. കണ്ടില്ലേ എങ്ങനെയാണ് പരിതസ്ഥിതികൾ ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്ന്. നാം പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തരുത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനും ഹിംസിച്ചിരുന്നു എന്ന് പറയരുത്. അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹത്തിന് ഹിംസയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു. ഓൺ ദ കോൺട്രറി, അദ്ദേഹം അത് തടയാനാണ് ആഗ്രഹിച്ചത്. ജനങ്ങൾക്കാർക്കും കൃഷ്ണ ഭഗവാനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ശ്രീകൃഷ്ണനെക്കുറിച്ച് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഗോപസ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ഉല്ലാസപ്രിയനായിരുന്നു. 12,000 ഭാര്യമാരുണ്ടായിരുന്നു. 12,000 ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ 2-3 ലക്ഷം മക്കളും ഉണ്ടായിരിക്കും. ഇങ്ങനെ പലരും അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായ പിക്ചർ നൽകിയിരുന്നു. ഒരിടത്ത് ശ്രീകൃഷ്ണ ഭഗവാന് ആയിരക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അധ്യാത്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു മഹാബ്രഹ്മചാരിയാണെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ഭാഗത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്? തെറ്റായ രീതിയിലാണ് കാണുന്നത്. തെറ്റായ രീതിയിൽ കാണുന്നതിനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. കൃഷ്ണ ഭഗവാന് 12,000 ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2-3 ഭാര്യമാരുണ്ടാവുന്നതിൽ എന്താ തെറ്റ്? ഇങ്ങനെ ജനങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു. ഭഗവാൻ വാസ്തവത്തിൽ ബ്രഹ്മചാരിയായിരുന്നു. അങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നെങ്കിലും അദ്ദേഹം നിഷ്ഠകളിൽ നിരന്തരമായ ബ്രഹ്മചര്യമുണ്ടായിരുന്നു.
ഉള്ളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ആരാണ് നോക്കുന്നത്? എല്ലാവരും പുറമേ ഉള്ളതാണ് കാണുന്നത്. മഹാഭാരത യുദ്ധത്തിന് അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല, ആരും തന്നെ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ കർമ്മത്തിൽ, അതായത് ദുര്യോധനന് പറഞ്ഞിരുന്നില്ലേ ശ്രീകൃഷ്ണ ഭഗവാനോട്? അദ്ദേഹം ദുര്യോധനെ തടയാൻ ചെന്നപ്പോൾ ദുര്യോധനന് സ്വയം പറഞ്ഞതാണ്, ജാനാമി ധർമ്മം നച്ചുമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നച്ചുമേ നിവൃത്തി. അതായത് ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല. അധർമ്മത്തെക്കുറിച്ചും എനിക്കറിയാം, പക്ഷേ അതിൽ എനിക്ക് ഒരു നിവൃത്തിയുമില്ല. കണ്ടോ, ദുര്യോധനൻ പോലും പറയുന്നു ഇത് അധർമ്മമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കത് തടയാൻ സാധിക്കില്ല. കാരണം ഇത് കർമ്മത്തിന്റെ പരിണാമമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഗീതയിൽ സ്പഷ്ടമായി പറഞ്ഞിരുന്നു, ഇത് നിന്റെ പഴയ കർമ്മത്തിന്റെ പരിണാമമാണ്, നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. നീ ഈ യുദ്ധത്തിനൊരു നിമിത്തമാണ്, നീയല്ല യുദ്ധം ചെയ്യുന്നത്. നീ ആത്മാവാണ്, നിന്റെ മുന്നിലുള്ളവരെല്ലാം ആത്മാക്കളാണ്. ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആത്മാവിന് ഒരിക്കലും മരണവുമില്ല. ആ ദൃഷ്ടിയോടെയാണ് നീ ഇതിനെ കാണേണ്ടത്. അകർമ്മസ്ഥിതിയിലേക്ക് വന്നാൽ ഒരു കർമ്മം പോലും നിന്നെ ബാധിക്കില്ല. സത്യത്തിൽ അദ്ദേഹം ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നു, പക്ഷെ ഒരൊറ്റ കർമ്മദോഷം പോലും ഉണ്ടായില്ല. ആ ജന്മത്തിൽ തന്നെ മോക്ഷം പ്രാപ്തമാക്കി. ഏതെങ്കിലും ഒരു ദോഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്? അയാൾ നരകത്തിലേക്കല്ലേ പോയിരിക്കേണ്ടത്, കാരണം അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു. ഭഗവാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഈ കാര്യം സൂക്ഷ്മമായിട്ട് നിങ്ങൾ കാണണം, എങ്കിൽ മോക്ഷം പ്രാപ്തമാക്കാനാവും. എന്നാൽ സ്ഥൂല കാര്യമാണെന്ന് കരുതിയാൽ ഭഗവാനല്ലേ കൊല്ലാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വധിക്കണം. ഭഗവാൻ അസ്ത്രമെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ ഇവരെല്ലാവരും ക്ഷത്രിയ കുലത്തിലുള്ളവരാണ്. അവരുടെ ധർമ്മം എന്തായിരുന്നു? തങ്ങളുടെ പ്രജകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ആ ധർമ്മമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അദ്ദേഹം ആരെയും മനഃപൂർവ്വം കൊന്നിട്ടില്ല, കാരണമില്ലാതെ അദ്ദേഹം ആരെയും വധിച്ചിട്ടില്ലായിരുന്നു. അധർമ്മത്തിന് നേരെയാണ് യുദ്ധം ചെയ്തത്. ഡ്യൂട്ടി. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാനും ആത്മീയതയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അതെല്ലാം ചെയ്തത്. ശ്രീരാമചന്ദ്രനും ആത്മീയതയിൽ തന്നെയാണ് എല്ലാം അഭിനയിച്ചത്. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയമായിരുന്നു അത്. നമുക്കത് സത്യമാണെന്ന് തോന്നിയിരിക്കാം, പക്ഷെ അതൊരു അഭിനയമായിരുന്നു. അദ്ദേഹം ഒന്നിലും ഇൻവോൾവ് ആയിരുന്നില്ല. എല്ലാം പൂർത്തിയാക്കി സ്വയം മോക്ഷത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിർമ്മാജി. മോക്ഷത്തിലേക്ക് പോവണമെങ്കിൽ അതിന് ടിറ്റ് ഫോർ ടാറ്റ് എന്ന വഴി ഉണ്ടാവില്ല. നമ്മുടെ ഭാരതത്തിൽ വധിക്കപ്പെടുന്നവനാണ് ഭഗവാനാവുന്നത്, ആരെയും വധിച്ചിട്ടല്ല. വേറെ എവിടെയെങ്കിലും അത് നടക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ രാജ്യത്ത് നടക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ നിർദ്ദേശിച്ചു, പക്ഷെ അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൽ ആരെയും വധിച്ചിട്ടില്ല. നിർമ്മാജി, നമുക്ക് നമ്മുടെ കർത്തവ്യ നിർവഹണത്തിനായി ചില സമയത്ത് വധിക്കേണ്ടതായി വരും. അതായത് പട്ടാളത്തിൽ ചേർന്ന് ഡ്യൂട്ടി മൂലം അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. രണ്ടു വശത്തു നിന്നും ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ അതൊരു പ്രശ്നമാവുന്നില്ല. ഡ്യൂട്ടി ഇല്ലാത്തവരാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഡ്യൂട്ടി ചെയ്യുന്നവരെക്കുറിച്ച് ആരാണ് കുറ്റപ്പെടുത്തുന്നത്? പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ലോകരെല്ലാം പ്രശംസിക്കുന്നു. പക്ഷേ നിങ്ങൾ നടുക്ക് ഗൺ കാണിച്ച് പുറത്തേക്ക് വാ, രാജ്യത്തെ സംരക്ഷിക്കാനാണ്, ജയിലിൽ പിടിച്ചിടും. ഇതിൽ വ്യത്യാസമുണ്ട്. അത് അഹങ്കാരം കൊണ്ടാണ് ചെയ്യുന്നത്, ശത്രുത കൊണ്ടാണ് ചെയ്യുന്നത്, വിദ്വേഷം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് ചെയ്യുന്നു. മറ്റേത് ഡ്യൂട്ടിയാണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു? രണ്ടാമത്തേത് മോക്ഷം. മോക്ഷം മരണത്തിനു ശേഷമാണോ കിട്ടുക, അതോ ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുമോ?
മോക്ഷം എന്നത് 2 സ്റ്റേജിലുണ്ട്. ഫസ്റ്റ് സ്റ്റേജിലെ മോക്ഷം ഇവിടെ ഈ ലോകത്തിൽ വെച്ച് ലഭ്യമാക്കണം, ജീവിച്ചിരിക്കെ തന്നെ. ഫസ്റ്റ് സ്റ്റേജിലെ മോക്ഷത്തിൽ ആദ്യം അജ്ഞാനത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നു. അജ്ഞാനത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. ഒരു ദുഃഖത്തിനും നമ്മെ ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഉള്ളിൽ എപ്പോഴും സന്തോഷമേ ഉണ്ടാവൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിലെ മോക്ഷം. ഇവിടെ ഈ ജന്മത്തിൽ തന്നെ ലഭിക്കുന്നു. ജ്ഞാനം ലഭിക്കുമ്പോൾ ജ്ഞാനത്താൽ മുക്തി ലഭിക്കുന്നു. അതുപോലെ സെക്കൻഡ് സ്റ്റേജിലെ മോക്ഷം എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്ന സമയത്ത് ആത്മാവ് മാത്രമേ ബാക്കിയുണ്ടാവൂ. അതിനെയാണ് ആത്യന്തിക മോക്ഷം എന്ന് പറയുന്നത്. പിന്നീട് ജനനവും മരണവും ഉണ്ടാവുന്നില്ല. മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. സിദ്ധക്ഷേത്രത്തിൽ ലഭ്യമാവുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, നീ പരമപദം പ്രാപ്തമാക്കും എന്ന്. അപ്പോൾ നീ ആത്മാവിനെ മനസ്സിലാക്കും എന്ന്. അതാണ് മോക്ഷം. എന്നാൽ ഫസ്റ്റ് സ്റ്റേജിലെ മോക്ഷം ഒരാൾക്ക് ഈ ലൈഫിൽ ഇവിടെ വെച്ച് പ്രാപ്തമായില്ലെങ്കിൽ പിന്നീട് സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ചുള്ള കാര്യം കാറ്റിൽ പറന്നുപോകും. ഇവിടെ നിന്ന് ലഭിക്കണം. ഇതിനെ ജീവൻ മുക്തി ദശ എന്ന് പറയുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം മോക്ഷത്തിലായിരിക്കും. നാം അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കും. ജീവൻ മൃത്യു എന്ന നില. നമ്മെ ഒരു ദുഃഖവും സ്പർശിക്കില്ല. കോപവും ക്രോധവും നമ്മെ സ്പർശിക്കില്ല. ആരെങ്കിലും നമ്മെ അപമാനിച്ചാലും നമുക്കൊരു വികാരവും ഉണ്ടാവില്ല. സുഖവും ദുഃഖവും യാതൊന്നും നമ്മെ സ്പർശിക്കില്ല. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ജ്ഞാനദീക്ഷ പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അവസ്ഥയുണ്ടാവും. ഒൺലി തിങ്, ഞാൻ എന്താണോ പറഞ്ഞത് അത് ഡിറ്റോ ഫോളോ ചെയ്യണം. നിങ്ങൾ ഡിറ്റോ ഫോളോ ചെയ്യാതിരുന്നാൽ, അതിൽ നീക്കുപോക്കുകൾ നടത്തിയാൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല. ഇത് സയൻസാണ്, ഇത് ധർമ്മമല്ല. ഇത് വെറും സയൻസാണ്. അത് സയൻറ്റിഫിക്കലി മനസ്സിലാക്കുകയാണെങ്കിൽ എക്സാക്ട് റിസൾട്ട് ലഭ്യമാക്കാം. എനിക്ക് തോന്നുന്നു നരകവും സ്വർഗവും ഇവിടെയാണെന്ന്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണുള്ളതെന്ന്. മരണത്തിന് ശേഷം ചിലർ നരകത്തിലേക്ക് പോവും, ചിലപ്പോൾ ചിലർ സ്വർഗത്തിലേക്ക് പോവും. പക്ഷേ ഈ ജീവിതം സ്വർഗമാക്കാതിരുന്നാൽ അത് സ്വർഗമാക്കാനുള്ള വഴി എനിക്കറിഞ്ഞിടത്തോളം ഒന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ ജ്ഞാനദീക്ഷയിലൂടെയേ അത് ലഭിക്കൂ. നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നു. അപ്പോൾ തെറ്റ് ചെയ്യില്ല. റോങ്ങും റൈറ്റും മനസ്സിലാക്കാനാവും. വളരെ ശരിയാണ്. ഒരുപക്ഷെ നാം കാരണം ആർക്കും ദുഃഖമുണ്ടായില്ലെങ്കിൽ, നമ്മെ ആരും ദുഃഖിപ്പിച്ചിട്ടില്ലെങ്കിലും അതിലാണ് മോക്ഷമുള്ളത്. ഓട്ടോമാറ്റിക്കായി ഇവിടെ തന്നെ സ്വർഗം ലഭ്യമാക്കാനാവും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ, നരകതുല്യമായ ഒരു വീട്ടിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ശരിയായ ജ്ഞാനം പ്രാപ്തമായെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആനന്ദം സർവാനന്ദമുണ്ടാവും. ഇവിടെ നമുക്ക് ആ അനുഭവം ഉണ്ടാവണം. ബാക്കി നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മരണത്തിന് ശേഷം സ്വർഗത്തിലോ നരകത്തിലോ പോകുന്ന കാര്യമാണ്. നരകലോകം, പാതാളലോകം, മൃത്യുലോകം, ദേവലോകം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അതൊന്നും തെറ്റാണെന്നല്ല. ഗീതയിലും ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങളിലുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. നമുക്കിവിടെ ലഭിക്കുന്ന സുഖവും ദുഃഖവുമില്ലേ, അത് സ്വർഗത്തിലെ സുഖദുഃഖങ്ങളെക്കാൾ, സ്വർഗത്തിലെയും നരകത്തിലെയും സുഖദുഃഖങ്ങളുടെ മുന്നിൽ താരതമ്യപ്പെടുത്താൻ ആവാത്തതാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ധർമ്മഗ്രന്ഥങ്ങളിൽ ലക്ഷോപലക്ഷം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഭൂമിയിൽ ജന്മമെടുക്കുക എന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യനായി പിറന്ന ശേഷം ഒന്നുകിൽ നരകജീവിതമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്ക് പോകേണ്ടി വരും. അതിനുശേഷം കുതിരയോ കഴുതയോ ഒക്കെ ആവേണ്ടി വരും. അല്ല, നരകം വേറെ തന്നെയാണ്. ഇതുമായി അതിന് ബന്ധമില്ല. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. നരകം വേറെയാണ്, സ്വർഗം എന്നത് വേറെയാണ്. ചിലപ്പോൾ നരകത്തിലേക്ക് മനുഷ്യജന്മം എടുത്ത ശേഷമായിരിക്കും പോവേണ്ടി വരുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായോ? അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇവിടെ നിന്ന് ജ്ഞാനദീക്ഷ വാങ്ങിയ ശേഷം പാപം പുണ്യം എന്താണെന്ന് മനസ്സിലാവും. റൈറ്റും റോങ്ങും ഇവ മനസ്സിലാക്കാനാവും. മനസ്സെന്തുമാത്രം ശുദ്ധമായിരിക്കുന്നുവോ അത്രയും തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അഥവാ അവിടെ വരെ എത്തിയതിനു ശേഷം, അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അഥവാ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും ശുദ്ധമാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ, തെറ്റൊന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് മോക്ഷം കിട്ടുമോ? അതോ റോങ് ആണോ അതോ റൈറ്റ് ആണോ? റോങ് അല്ലെങ്കിലും ശരി അഥവാ റൈറ്റ് ആയാലും ശരി, ഇതുകൊണ്ട് മോക്ഷം ലഭിക്കില്ല. അകർത്താവായിരുന്നാൽ മോക്ഷം ലഭിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ അകർമ്മസ്ഥിതിയിൽ പ്രവേശിക്കുമ്പോൾ മോക്ഷം പ്രാപ്തമാവുന്നു. റൈറ്റ് ആയത് ചെയ്താലും മോക്ഷം ലഭിക്കില്ല, റോങ് ആയത് ചെയ്യാതിരുന്നാലും മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ട് ലോകത്തിൽ സുഖം ലഭിച്ചേക്കാം, ഭൗതിക സുഖം നിങ്ങൾക്ക് ലഭിച്ചേക്കാം, സന്തോഷം ലഭിച്ചേക്കാം, അത് അനുഭവിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ മോക്ഷത്തിന് കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. സീറോ ബാലൻസ് ഉണ്ടാവണം പുണ്യത്തിലും പാപത്തിലും കർമ്മത്തിലും. അപ്പോഴാണ് മോക്ഷം ലഭ്യമാവുക. അവയർനെസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, റോങ് ഒന്നുമില്ല, എല്ലാം ശരിയാണ്. അപ്പോൾ മോക്ഷമാർഗത്തിലേക്ക് പോവാൻ സാധിക്കില്ല. മോക്ഷമാർഗത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഞാൻ ആത്മാവാണ്, ഞാൻ അകർത്താവാണ് എന്ന അവയർനെസ് ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കണം. ബാക്കി എന്ത് സംഭവിച്ചാലും, ഇത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം സംഭവിക്കുന്നു, നീയല്ല ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ബട്ട് യു ആർ നോട്ട് ദ ഡുവർ അറ്റ് ഓൾ. സോ വെൻ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ആൻഡ് യു സേ ഐ ഹാവ് ഡൺ ഇറ്റ്, ദാറ്റ്സ് ഈഗോ. ഈ ഈഗോ ഇല്ലാതാവുന്നു. ആൻഡ് ഐ ആം ഡൂയിങ്, ഐ ആം പ്യുവർ സോൾ and Raj is doing everything, and Raj is also not independent to do anything. Raj is also a part of the whole circumstances. എന്തൊക്കെ സർക്കംസ്റ്റാൻസസ് ഒരുമിച്ച് ചേർന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്, രാജ് ഇതിൽ വൺ ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു നിമിത്തമാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവനല്ല. അതായത് അവിടെ വെച്ചിരിക്കുന്ന ഒരു വലിയ ടേബിളില്ലേ, അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. അത് വളരെ ഹെവിയാണ്. 4 പേര് ചേർന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നു. തനിച്ചെടുത്തുകൊണ്ട് പോവാൻ സാധിക്കില്ല. 4 പേര് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങളും ആ 4 പേരിൽ ഒരാളാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്താണ് പറയാ? ആ ടേബിൾ ഞാനാണ് പൊക്കിക്കൊണ്ടുപോയത്. ഇതാണ് ഈഗോ അല്ലേ? ഈ പറഞ്ഞത് ഈഗോ അല്ലേ? നിങ്ങളിത് സ്വീകരിക്കേണ്ടതാണ്. ആ 4 പേരിൽ ഞാനും ഒരാളായിരുന്നു. അപ്പോൾ ഈഗോ പുറത്തു വരും. നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ എന്തൊക്കെ സാധനങ്ങൾ ഒരുമിച്ച് ചേരണം, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതാണ് ഈഗോ. എല്ലാറ്റിൻ്റെയും ഷെയർ അതിലുണ്ട്. ഈ അവയർനെസ് ഉണ്ടാകണം. ഐ ആം നോട്ട് ഡൂയിങ്, എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതായി തോന്നില്ല. അപ്പോൾ മോക്ഷം മുന്നിൽ വന്ന് നിൽക്കും. അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ യുദ്ധമുണ്ടാക്കിയത് നീയല്ല, അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. യു ആർ നോട്ട് ദ ഡൂവർ, ആ കർത്താവാണ്. ഈ കാര്യം നാം എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കണം, അവയർനെസ്സിൽ സൂക്ഷിക്കണം. ഓക്കെ, ദിവസവും വെറുതെ ഗീത വായിച്ച് അത് മാറ്റിവെക്കേണ്ടതല്ല. അതിൻ്റെ ഏടുകൾ വിഴുങ്ങിയാലും ഗീതയിലുള്ളത് ഹൃദ്യമാക്കാനാവില്ല. അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും. അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല. എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക? നമ്മുടെ ഉള്ളിൽ നിന്ന് അവേക്കനിങ് ഇല്ലാതെ പോയാൽ, അവേക്കനിങ് ഉണ്ടാവണം. അവേക്കനിങ് ഉണ്ടായാൽ എല്ലാം ഓട്ടോമാറ്റിക്കായി പ്രാക്ടീസ് ചെയ്യാനാവും. ഞങ്ങൾ ആരോടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാറില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, thoroughly അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഹൗ മച്ച് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച് യു വിൽ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാറ്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന്, മനസ്സിനകത്ത്
എങ്കിലത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഏക വഴി, അവയർനെസ് ഉണ്ടാവാനുള്ള വഴി. ജയ് സച്ചിദാനന്ദ. ഒരു ചെറിയ ചോദ്യമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വെണ്ണ മോഷ്ടിച്ചു, വസ്ത്രങ്ങൾ അപഹരിച്ചു, അദ്ദേഹം ഗോപികമാരോടൊത്ത് വിനോദങ്ങളിൽ ഏർപ്പെട്ടു, 12,000 ഭാര്യമാരോടൊത്ത് ജീവിച്ചതായി പറയുന്നു. കൃഷ്ണ ഭഗവാൻ ആയിരക്കണക്കിന് ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ദിവ്യശക്തിക്ക് മാറ്റമുണ്ടായിരുന്നില്ല. താങ്കൾ പറഞ്ഞു അദ്ദേഹം ബ്രഹ്മചര്യം മുറുകെ പിടിച്ചിരുന്നു എന്ന്. അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് താങ്കൾ വിശദമായി പറഞ്ഞു തരണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അദ്ദേഹം ഭഗവാനാണ്. ഭഗവാനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞവയെല്ലാം. അതുകൊണ്ടാണ് അത് ദോഷമായി തോന്നുന്നത്. കൃഷ്ണ ഭഗവാനെ ജനങ്ങൾ അവരവരുടെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, കൃഷ്ണ ഭഗവാനെ ജനങ്ങൾ ഏതൊക്കെ വിധത്തിൽ കാണുന്നു? 12,000 ഭാര്യമാരുണ്ടായിരുന്നു, ഗോപസ്ത്രീകളുണ്ടായിരുന്നു, വെണ്ണ മോഷ്ടിച്ചിരുന്നു. അതെല്ലാം ബാല്യകാലത്തിലെ കാര്യങ്ങളല്ലേ. ഇപ്പോഴും ചെറിയ കുട്ടികൾ ഈ കാലത്ത് നിങ്ങളുടെ വീട്ടിലും ചെറിയ കുട്ടികൾ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അവർ ഫ്രിഡ്ജ് തുറന്ന് ആരും അറിയാതെ പലതും തിന്നും. ബട്ടർ എടുത്ത് തിന്നും, യോഗട്ട് എടുത്ത് കഴിക്കും. ആ കാലത്ത് ഫ്രിഡ്ജൊന്നുമില്ലല്ലോ, കലത്തിലാണ് വെക്കാറ്. കലം ഉടച്ച് തിന്നുന്നതിനും ഇതിനും എന്താ വ്യത്യാസമുള്ളത്? ഇതെങ്ങനെയാണ് മോഷണത്തിൽ ഉൾപ്പെടുക? ഇതെല്ലാം സ്നേഹത്തോടെ അമ്മ പറഞ്ഞതല്ലേ. നീ വെണ്ണ മോഷ്ടിച്ചു, ആരും കാണാതെ മോഷ്ടിച്ചു എന്നൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തിന്നാറുള്ളതല്ലേ. 12,000 ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ എന്താ? വസുദേവൻ മഹാരാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. രാജാവ് വാസുദേവ മഹാരാജാവ്. അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ 12,000 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ വ്യത്യാസം? അവർക്ക് അത്രയും പവർ ഉണ്ടായിരുന്നു. ഒരു ഭാര്യയെ കൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ. 12,000 ഭാര്യമാർ ഉണ്ടാവണമെങ്കിൽ എത്ര പവർ വേണം? ആ ഭാര്യമാരൊക്കെ പ്രാധാന്യം അർഹിക്കാത്തവരായിരുന്നു. രാജാവിൻ്റെ ഭാര്യയാണെന്ന് പറയാൻ വേണ്ടി സ്ത്രീകൾ പുറകെ നടന്നിരുന്നു. എത്രയോ പേര് രാജാവിനോട് പറയും, ഇതാ എൻ്റെ മകൾ, എൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അവർ രാജാവിൻ്റെ പുറകെ നടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എത്രയോ കഥകളുണ്ട്. പക്ഷേ എത്ര ഭാര്യമാരുണ്ടായാലും 12,000-ഓ 12 ലക്ഷമോ ആയാലും ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരി. അദ്ദേഹത്തെ താരതമ്യപ്പെടുത്താനാവുമോ? വാസുദേവപുത്രനിൽ നിന്ന് നാരായണൻ, എന്തുമാത്രം പവറാണ് അദ്ദേഹത്തിന്. പണ്ട് കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് ഒരുപാട് റാണിമാരുണ്ടായിരുന്നു. അവർക്കതിൽ പ്രശ്നമൊന്നുമില്ല.